നമസ്തേ. പണ്ട് കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളും കൃഷിക്കാരായിരുന്നു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിയത് കൃഷിയായിരുന്നു. വളരെ അഭിമാനത്തോടെയായിരുന്നു ഓരോ കൃഷിക്കാരനും അന്ന് ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കൃഷിക്കാരനാണ് എന്ന് പറയാൻ നാണക്കേടാണ് പലർക്കും. അത്ര കണ്ട് അധപ്പതിച്ചു പോയി. കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട് എന്ന് പണ്ട് പറയുമായിരുന്നു. എല്ലാ ആളുകളും കൃഷിത്തൊഴിൽ ചെയ്യുന്നവരല്ല. യുക്തം പോലെ തങ്ങൾക്ക് പറ്റുന്ന ഓരോ തൊഴിലിൽ അവർ വ്യാപൃതരാകും. എന്നാലും അവർ ഏവർക്കും കാർഷിക വിഭവങ്ങളെ ആശ്രയിച്ചേ പറ്റൂ. അങ്ങനെ അവസാനം എല്ലാ പേരാലും ആശ്രയിക്കപ്പെടുന്ന കാർഷിക വൃത്തി ചെയ്യുവാൻ പ്രയാസമുള്ളതാണെങ്കിലും അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തൊഴിൽ. കൃഷിക്കാരൻ തന്നെയാണ് മറ്റെല്ലാ ജനങ്ങളെയും പോറ്റുന്നത്. അതുകൊണ്ട് മുമ്പോട്ട് പോകുന്ന തേരിന് അവർ ഒരു അച്ചാണിയാണ്. കാർഷിക വൃത്തിയുടെ മാന്യതയും കൃഷിക്കാരുടെ സ്വയം പര്യാപ്തതയും ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് കൃഷിക്കാർ. ഉഴുതു ജീവിക്കുന്ന കൃഷിക്കാരൻ തങ്ങൾക്കും അന്യർക്കും വേണ്ട ഭക്ഷണം അവർ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ കഥ അതല്ല. അവർ സ്വന്തം കാര്യസാധ്യത്തിനും നിലനിൽപ്പിനും വേണ്ടി മറ്റുള്ളവരെ തൊഴുതു ജീവിക്കുന്നു. അവരുടെ ഭക്ഷണം അങ്ങനെ നടക്കുന്നു. എന്നാൽ വീണ്ടും അവർ അന്യരുടെ പിറകെ തന്നെ നടക്കാൻ വിധിക്കപ്പെട്ടവരുമാണ്. കൃഷിക്കാരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ ജീവിതം എത്രയോ അപഹാസ്യം. യാതൊരു വിധത്തിലുള്ള പരാശ്രയവും കൂടാതെ സ്വന്തം കൈകളെ കൊണ്ട് കഠിനമായി അധ്വാനിച്ച് ഉണ്ണുന്ന കൃഷിക്കാരന് ഒരിക്കലും ഒന്നും യാചിക്കേണ്ടി വരുന്നില്ല. എന്നാൽ തന്നോട് യാചിക്കുന്നവർക്കാകട്ടെ സമൃദ്ധമായ ദാനം ചെയ്യുവാനും അവർക്ക് കഴിയുന്നു. കഠിനാധ്വാനികളും ലോകത്തിൻ്റെ അന്നദാതാക്കളുമായ കർഷകർ അലസരായാൽ, അവരുടെ കൈകൾ പ്രവൃത്തി മുടക്കിയാൽ ലോകചക്രത്തിൻ്റെ ഗതി തന്നെ എന്താകും? ആർക്കും നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഭക്ഷണം ഒരു പ്രശ്നമല്ല തങ്ങൾക്ക് പോലും അത് ഉപേക്ഷിച്ചവരാണ് എന്ന് പറയുന്ന പരിത്യാഗികൾക്ക് കൂടിയും നിലനിൽക്കാൻ കഴിയാതെ വരും. എല്ലാം അവതാളത്തിലാവും. ഉഴുത് മറിച്ച മണ്ണ് നാലിലൊന്നായി വെന്ത് ഉണങ്ങിയ ശേഷമാണ് വിത്തിടുന്നതെങ്കിൽ ഒരു പിടി വളം പോലും അതിന് വേണ്ടി വരുന്നില്ല. വിളവാണെങ്കിൽ സമൃദ്ധമായി ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഉഴുവിനേക്കാൾ പ്രധാനമാണ് കൃത്യമായ വളം ചേർക്കുക എന്നത്. അതുപോലെ വെള്ളം തേവി നനയ്ക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് കളകൾ പറിച്ച് മാറ്റുക. കളകൾ പറിച്ച് കതിർ ചെടികളെ കാക്കണം. ഫലത്തിൽ കൃഷിക്കാരുടെ പൂർണ്ണതയ്ക്ക് ഉഴവ്, വളമിടൽ, കള തീർക്കൽ, നന, കാവൽ എല്ലാം വളരെ പ്രധാനമാണ്. മാതൃകാപരമായ ഭാര്യാഭർത്തൃ ബന്ധം പോലെ പവിത്രവും സ്നേഹാർദ്രവുമായിരിക്കണം കൃഷിപ്പാടവും കർഷകരും തമ്മിലുള്ള ബന്ധവും. എല്ലായ്പ്പോഴും ലാളിക്കുകയും വേണ്ട കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുകയും വേണം. സ്നേഹപ്രകടനവും പരിചരണവും പ്രീതിപ്പെടുത്തലുമെല്ലാം പ്രധാനമാണ്.
അല്ലാത്ത പക്ഷം കൃഷിപ്പാടവും കുടുംബിനിയെപ്പോലെ തന്നെ തൻ്റെ ഉടമയായവനോട് ഉള്ളുകൊണ്ട് പരിഭവിക്കുകയും പിണങ്ങുകയും ചെയ്യും. കൃഷിക്കാരൻ അധ്വാനിക്കുന്നതും മണ്ണിൽ പൊന്നു വിളയിക്കുന്നതും സമൃദ്ധമായി ഉണ്ണുന്നതും സന്തോഷിക്കുന്നതുമെല്ലാം നേരിൽ കണ്ടിട്ടും ഉണ്ണാനില്ല ഉടുക്കാനില്ല എന്നൊക്കെ വിലപിച്ച് സ്വയം പഴിച്ചും അതേസമയം നെയ്യനങ്ങാതെയും ഇരിക്കുന്ന മൂഢമതികളെ ചൊല്ലി അവരുടെ അലസതയെയും അവിവേകത്തെയും ചൊല്ലി ഉദാരമതികളായ ഹരിതഭൂമിയാകുന്ന കന്യക ഉള്ളാൽ പരിഹസിച്ച് ചിരിക്കുന്നുണ്ടാവും. കൃഷിയുടെ മഹത്വം അറിയാതെ പോകരുത്. ഒരാൾ മുമ്പ് ഞാൻ അഭിനയിച്ച അങ്ങാടിപ്പാട്ട് എന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ദൂരദർശൻ സംപ്രേഷണം ചെയ്ത. ശ്രീ പി ആർ നാഥൻ സാറാണ് അതിൻ്റെ കഥ എഴുതിയിരുന്നത്. അതിൽ കുഞ്ഞുകുട്ടൻ എന്നൊരു കഥാപാത്രമാണ് നായകൻ. MA മലയാളം പാസ്സായി ഒരു ജോലിയും കിട്ടാതെ അവസാനം അദ്ദേഹം കൃഷിയിലേക്ക് തിരിയുകയാണ്. കൃഷി ചെയ്ത് സംസ്ഥാനത്തെ ഏറ്റവും നല്ല കൃഷിക്കാരനുള്ള അവാർഡ് കരസ്ഥമാക്കുന്നതാണ് ആ കഥയുടെ ക്ലൈമാക്സ്. കൃഷിക്ക് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് ആ കഥ നമ്മെ പഠിപ്പിക്കുകയാണ്. കൃഷിയെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്, എത്ര പറഞ്ഞാലും അത് അവസാനിക്കില്ല. ഇത്രയും ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. വളരെ സന്തോഷം. ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞതൊക്കെ ആലോചിക്കുക.